ഇപ്പോൾ രാത്രി 12 മണിയായി. ഞാൻ കോർണിഷിലോട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. അവിടെ കണ്ട ഷെറാട്ടനിലെ ഇവിടെ ഭയങ്കര മ്യൂസിക്. ഞാൻ എൻ്റെ 2 ബംഗ്ലാദേശ് ഫ്രണ്ട്സിനൊപ്പം ഫിഷിങ്ങിന് പോവുകയാണ്. ഒരുത്തനെ കണ്ടില്ല, അവൻ സൈക്കിളിൽ വരണണ്ട. അതോ ഉണ്ട് അവിടെ കാത്തിരിക്കണം. മീൻ പിടിക്കാൻ പോയി എന്തര കിട്ടുമെന്ന് നോക്കാം. ഇത് ആശിഷ്, ഇത് നമ്മുടെ സ്വന്തം ജാഹിദ്. ബംഗാളി. അവന് ബംഗാളി ആണെങ്കിലും അവൻ മലയാളിയെ പോലെയാണ്. അങ്ങനെ അവരെ കൂടെ ഞാനും മീൻ പിടിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലത്ത് അബുദാബിയിലാണ്. കണ്ട അവിടെ ഷെറാട്ടൻ ഹോട്ടല്, അവിടെ ഭയങ്കര മ്യൂസിക് കിടക്കുന്നു. ബ്രേവോയിൽ കണ്ട ബിൽഡിങ്. ഇവിടെ UAE പകൽ കാണുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം രാത്രി കാണുന്നതാണ്. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. ഞാൻ കുറേ നാളായി വീഡിയോ കിട്ടിയിട്ട്, അപ്പം ഞാൻ ഈ ഒരു ഫിഷിങ് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ രാത്രി കോർണിഷിലോട്ട് പോവുകയാണ്. മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് പോകണം. നോക്കാം. ഇന്ന് നല്ല മീനൊക്കെ കിട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോണത്. ഹമൂറും വാളയും എന്നും ഇവൻ മീൻ പിടിക്കാൻ പോകും, ആശിഷ് മീൻ പിടിക്കാൻ പോകും. പക്ഷേ അവനെന്നും നെത്തോലിയാണ് കിട്ടണത്. അപ്പം അവൻ അതുകൊണ്ട് വന്നിട്ട് നമുക്ക് തരും. അപ്പം അവൻ വൃത്തിയാക്കി തരും. അപ്പം ഞാൻ അത് പുരട്ടി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കും. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അവൻ നിക്കറിട്ടുണ്ടായിരുന്നു. 2 പിള്ളേരെ തന്തയാണ്. ഒരു അണ്ടർപാസ് കയറി ജാവടാ. ഇവിടെ സീബ്ര ലൈനിൽ കൂടെ നമുക്ക് പോകാൻ വണ്ടിയൊക്കെ നിർത്തിത്തരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോഴേ വണ്ടി നമ്മളെ പുറത്തൂടെ കയറ്റി ഇറങ്ങിയാൽ. അങ്ങനെ അടുത്ത അണ്ടർപാസിലൂടെ പോവേണ്. എടാ ഈ അണ്ടർപാസ് ക്ലോസ്. ഇതർ ക്ലോസ്. അടുത്ത അണ്ടർപാസിൽ കൂടെ. അയ്യോ എടാ ഏ അണ്ടർപാസ് ക്ലോസ്. स्टेप है अल्लाह पूरा क्लोज्ड है. इधर से कैसा जाएगा? दूसरा है ना इधर है. हाँ इसको साइकिल लेके जाना पड़ेगा. साइकिल से जाएगा तो हमारा नसीब अच्छा है. इधर से जा सकते तुमको दे दिया. तुम ले लिया. इधर से जाएगा. ഈ അണ്ടർപാസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോകാമോ എന്തോ, എന്തായാലും പോവുകയാണ്. പോവാതെ എങ്ങനെ പോവാനും ഒക്കില്ല. വേറെ ഇതുവഴി പോവാം. ഓക്കെ അക്കരൊക്കെ വരുന്നുണ്ട്. രക്ഷപ്പെട്ട് ഇവിടെ അങ്ങനെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ കൂടെ മെയിൻ്റനൻസ് ചെയ്യും. എല്ലാം പക്കയാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു അണ്ടർപാസ് ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴുമ്പോഴാണ് പിന്നെ അവരെന്തെങ്കിലും ചിന്തിക്കണത്, എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്തിനിങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ അത് അവർ ഓരോ സമയം ഓരോ സ്ഥലം അവർ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്തിരിക്കുക. അതാണ് ഗൾഫ് നാടുകളുടെ പ്രത്യേകത. നമ്മുടെ നാടൊക്കെ ഇങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നല്ലേ. കണ്ട ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഫൗണ്ടനൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ്. ഇവിടെയൊക്കെ വാട്ടർ ഫൗണ്ടനായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം ഫുള്ള് മെയിൻ്റനൻസ്. സ്റ്റെപ്പൊക്കെ അവർ ടൈൽസൊക്കെ ഇളക്കിയിട്ട് നോക്കട്ടെ. സീകൾ കടൽ കടൽ കാക്കണ്ട. കോർണിഷി എത്തി. ഹാ എന്ത് മനോഹരം. ഹാ എന്ത് മനോഹരം. കിതറേടാ
ഇടയ്ക്ക് ഞാൻ ഹിന്ദി പറയാം, രണ്ട് ഹിന്ദിക്കാരന്മാരെ കൂടെ ഞാൻ വന്നേക്കണം. ഞാൻ പോകണം കണ്ടോ. അവന്മാരടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ മീൻ വരുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. ഓ നമ്മളെ താരം. അത് ഫിഷ് പിടിക്കാനുള്ള സാധനം. ഇത് ഫിഷർമാൻ, ഈ പോണത് ഫിഷർമാൻ, ഇത് അസിസ്റ്റന്റ്. മലയാളം പറ, മലയാളം പറ. ചെറിയ ചെറിയ മച്ച്, ചെറിയ ചെറിയ മച്ചി കിട്ടുമെന്ന്. ഇത് കോർണിഷാണ്. ഇത് പോയാൽ ചെറിയ ചെറിയ മച്ചിയെ കിട്ടുമെന്ന്. ഇവിടെ കണ്ട വെള്ളം ഇവിടെ നിന്ന് തുറന്നു വിടുന്നു. ഇവിടെ നിന്നാണെന്നറിയാൻ വയ്യ. കണ്ട ഇവിടെ വെള്ളം കണ്ട വരുന്നത് എവിടെ നിന്നോ തുറന്നു വിടുന്നു. എവിടെ നിന്നാണെന്നറിയാം. മരം കത്തി എന്നെ ഇട്ടിട്ട് പോവും. കുറേ ദിവസം നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ എന്നും ജോലി വീട് അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പുറത്തൊക്കെ പോകാനായിട്ട് തോന്നില്ലേ. അങ്ങനെ ഒന്ന് ഞാൻ അമ്മരടുത്ത് പറഞ്ഞ് ഇന്ന് നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ്. കാരണം എന്ന് ഇവരൊക്കെ മീൻ പിടിക്കാൻ വരും. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം എന്ന് പറഞ്ഞിട്ട് പോവേണം. അപ്പോൾ അവന്മാർ ഉത്സാഹിച്ച് ചെമ്മീനൊക്കെ എടുത്ത് മീനെ പിടിക്കാൻ, മീൻ നിരയായിട്ടിടാനായിട്ട് ചെമ്മീനൊക്കെ എടുത്ത് പോകണം. ഇവിടെ മീൻ അങ്ങനെ അനധികൃതമായിട്ട് പിടിച്ചുകൂടാ. നമുക്ക് ലൈസൻസൊക്കെ വേണം മീൻ പിടിക്കുന്നതിന്. പിന്നെ മീൻ പിടിക്കാനുള്ള ഏരിയ ഉണ്ട്, അവിടെ പോയാൽ മീൻ പിടിക്കാവോ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് എല്ലായിടത്തും പോയൊന്നും മീൻ പിടിക്കാനൊന്നും പറ്റില്ല. ഇവിടെ മീൻ പിടിക്കാന്ന് പറഞ്ഞ് എല്ലാം ഇതാക്കി വന്നേക്കാണ്. अच्छा जगह लेके जाते तुम नहीं जाते। ये देखो साइड में लगाओ, वो साइड में मिलेगा। उधर जाना, उधर इधर बोट लो, इधर नहीं हुआ तो उधर जाना पड़ेगा। यही साइड में, वो साइड में नहीं। ഓക്കെ 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 ഓക്കെ. ओके तुम्हारा उसका जैसे लगाएगा। ഓ അവൻ പറയണത് ഇവിടെ ബോർഡുള്ളതുകൊണ്ട് ഇവിടെ പിടിക്കാന്നാണ്. ഇനി പോലീസ് പിടിക്കുമോ മീൻ പിടിക്കുമോ എന്നുള്ള പിന്നെ കാണാം. അങ്ങനെ നമ്മൾ അവൻ മീൻ പിടിക്കാനുള്ള തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടാണ്ട് കാണാൻ പറ്റും. ഇതാ മീൻ പിടിക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ സെറ്റാക്കുകയാണ്. ചൂണ്ടയൊക്കെ സെറ്റാക്കുകയാണ്. ഇന്നറിയാം വാള കിട്ടോ ചാള കിട്ടോ. അല്ല ഇതൊക്കെയാണ് നൂല്, മീനിൻ്റെ നൂലാണ് വല. എല്ലാം ഭയങ്കര പ്രൊഫഷണലാണ് അവൻ. കണ്ട അങ്ങനെ നീളത്തി വിടുന്നു. ഭയങ്കര സെറ്റപ്പ് ചൂണ്ടയൊക്കെയാണ്. എൻ്റെ നല്ല ചൂണ്ടയൊക്കെയാണ്. അവൻ വട്ടനാണ്. അവൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം. മീൻ കിട്ടി അപ്പം പിടിച്ച് തിന്നാന്ന് പറഞ്ഞിരിക്കുകയാണ് ആശായി. അങ്ങനെ മീനിൽ ഇതിൽ കൊരുക്കുകയാണ്. അതെന്തെന്ന് ഇറച്ചി ഇടുന്നു. കണ്ട ഇങ്ങനെയാണ് ഇടുന്നത്. ഇങ്ങനെ ഓരോന്നിൽ ഇട്ടിട്ട് കറക്കണം. ഇങ്ങനെ കറക്കി താഴോട്ട് പോവും. എന്തൊക്കെ ചെയ്യണ്. ഒറ്റ ഏറിയാണ്. ഞാൻ തന്നെ പേടിച്ചു പോയി. അങ്ങനെ മീൻ പിടിക്കുകയാണ്. അവിടെ ഇങ്ങനെ ദൂരെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ രണ്ടരയുടെ മീൻ പിടിക്കുന്നു. ഇനി മീൻ കിട്ടുമ്പോൾ ഉള്ള ഞാൻ വീഡിയോ ഇടാം. ഞാനും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. കാരണം വെള്ളത്തിലാണ് എനിക്ക് പേടി. കാരണം എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകുമെന്നൊരു പേടി അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഞാൻ ദൂരെ നിൽക്കുകയാണ്. അവർ രണ്ടാളും മീൻ പിടിക്കുന്നു. മീൻ കിട്ടിയെന്ന് തോന്നുന്നു. ഇവന് മീൻ കിട്ടിയെന്ന് തോന്നുന്നു. അവൻ വലിക്കുന്നുണ്ട്. നോക്കാം. ശക്തിയായിട്ട് വലിക്കുന്നുണ്ട്. മില वो खाया गया। खाया എല്ലാം തിന്നടാ. പൂര കായ. അവൻ്റെ പൂര എല്ലാം തിന്നുകൊണ്ട് പോയി. അവൻ എറിയുന്ന ഒരു സ്റ്റൈലുണ്ട് മീൻ പിടിക്കാനായിട്ട്. അതിങ്ങനെ ദൂരെ എന്നാലേ കിട്ടുള്ളൂ. നോക്കിക്കോളണേ. ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഭയങ്കര പ്രത്യേക സ്റ്റൈലിലാണ്
മീൻ പിടിക്കാനായിട്ട് എറിയുന്ന. അതങ്ങനെ പിടിച്ചിട്ട് ഒറ്റയേറി. ഐഷ്. അങ്ങനെ 3 പേര് കുത്തിയിരുന്ന് ഊന്നിയിരുന്ന് ഒക്കെ നോക്കുകയാണ്. only fish in പക്ഷേ ഒരു മീനും കിട്ടിയിരുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വല്ലതും കിട്ടുമെന്ന് തന്നെ പടച്ചാൻ വരാനറിയാം. അടുത്തവൻ എറിയാണ്. വെള്ളത്തിലിട്ട് 2 ചൂണ്ട വെച്ചാണ് പിടിക്കുന്നത്. ഒന്ന് നൂലിട്ടും ഒന്ന് ചൂണ്ടയിട്ടും. ചൂണ്ട അങ്ങനെ അവിടെ വിശ്രമിക്കുകയാണ്. ചൂണ്ടയിൽ ചവറ് കയറണമല്ലാതെ ഒരു മീനും കിട്ടുന്നില്ല. അവൻ തറയിൽ കിടന്ന് നിരങ്ങി ഉരുണ്ടും കൊണ്ടുവന്ന ചെമ്മീൻ മൊത്തം തീരാറായി. അതിന്ന് വീട്ടിൽ കൊണ്ടുപോയി ഒരു ബിരിയാണിയെങ്കിലും വെക്കായിരുന്നു. ഇടണ ചൂണ്ടയിലെ മീൻ എത്ര മീൻ കൊത്തിക്കൊണ്ടുപോണ്. അവൻ ഇന്ന് മീനെ പിടിക്കാൻ ഹീറോ ചുമയെന്നൊക്കെ വിചാരിച്ചു വന്നാണ്. പാവത്തിന് ഒരു മീനും കിട്ടുന്നില്ല. ഞാൻ ചോട് जाएगा हाँ ओके हाँ ज़्यादा जाएगा. അങ്ങനെ അവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 2 ആളും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാനും വയ്യ. മീൻ കിട്ടുമെങ്കിൽ ഭാഗ്യം. പിടിക്കാനാണ് നല്ല രസമാണ്. പുറകോട്ട് ഇങ്ങനെ ചൂണ്ടാക്കിയിട്ടൊരു പോക്കുണ്ട്. സൂപ്പറാണ്. നോക്കിയത് അങ്ങനെയാണ്. പിറകെ വയ്ക്കുന്നു, ഒറ്റയേറി. ഐഷ്. വളരെ ദൂരെ പോവും. എന്നിട്ട് അതൊരു മണിയിടും. എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പം മണി കിലുങ്ങുവാണെങ്കിൽ മീൻ കയറി നിർത്താം. മേനെ നമ്മളെ മാമു എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഒരു മീൻ കിട്ടി. എന്തായാലും ഒരെണ്ണം കിട്ടി. കുഴപ്പമില്ല, ഇച്ചിരി വലുത് തന്നെ. കണ്ട, ഒരെണ്ണം കിട്ടിയോ. സൂപ്പർ. മാമൂന് നസീബുണ്ട്. ഒരു മീൻ കിട്ടി. കണ്ട, പിടക്കണ മീനാണ്. നല്ല സൂപ്പർ മീനാണ്. ഭയങ്കര ടേസ്റ്റാണിത്. സൂപ്പർ മീൻ. കണ്ട, അയ്യോ കണ്ട. കൈസ പകടേക. ആദ്യം ഇങ്ങനെ പിറകോട്ട് പിടിക്കണം. ആദ്യം ഈ ചൂണ്ടയെ അങ്ങ് പിറകോട്ട് പിടിച്ചിട്ട്, തോളിൽ വെച്ച് പിറകോട്ട് പിടിച്ചിട്ട്, പിന്നെ ഇതിനെ എടുത്ത് തിരിച്ച് വെക്കണം. എന്നിട്ട് ഈ നൂലിനെ പിടിച്ച് ഇങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഒറ്റയേറി. അത് കാണാൻ പറ്റില്ല ഇരുട്ടത്ത്. വളരെ ദൂരം അങ്ങ് പോകും. ബാദ്മേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. वो 3 फिश को पकड़ा. वो 3 फिश को अभी पकड़ा. ഫിഷ് 3 എണ്ണം പിടിച്ചവൻ. അവനാണ് മിടുക്കൻ. കണ്ട, അവൻ 3 പിടിച്ച 3 ഫിഷാണിത്. അതിപ്പോഴും അനക്കമുണ്ട്. हमको साइड चेंज करेगा. हाँ चेंज करेगा, उधर जाएगा. ठीक है. मच्छी कैसा मालूम उधर मच्छी है? मच्छी है बोलेगा तो उधर थोड़ा सा ड्रैक है, थोड़ा सा डीप है. उसका मच्छी हमेशा सब साइड में नहीं रहता है. उसको प्लेस में दूसरा जिधर रहता है बहुत ज़्यादा रहता है, जिधर नहीं रहता है थोड़ा थोड़ा रहता है. ऐसा है. ആശിഷ് പറയണത് മീൻ അങ്ങനെ എല്ലായിടത്തും കാണൂല. നല്ല ഡീപ്പായിട്ടുള്ള ചില സ്ഥലങ്ങളിലാണ് മീൻ കാണുന്നത്. അവനറിയാം. അവൻ ഡെയിലി വീക്കിലി 1 ടൈമെങ്കിലും ഫിഷ് പിടിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവന് പുള്ളിക്കാരനറിയാം. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടി. ബാ ബാ. അങ്ങനെ കുറേ മീനൊക്കെ പിടിച്ച് ഒരുപാടൊന്നും കിട്ടിയില്ല. ഒരു 3/4 കിലോ കിട്ടി കാണാം. എന്നിട്ട് തിരിച്ച് ഞാൻ വന്ന് കുറേ സൈക്കിളൊക്കെ അവിടെ കോർണിഷിൽ ചവിട്ടി അങ്ങനെയൊക്കെ വന്നിട്ട് രാത്രി എത്ര 3 മണിയായി. റൂമിലെത്തിയപ്പോഴത്തേക്കും 3 മണിയായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.